സൂര്യയുടെ വിവാദ ചിത്രം കറുപ്പ് എന്നുള്ള സിനിമ കണ്ട എൻ്റെ അഭിപ്രായം ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. കറുപ്പ് സ്റ്റാറിങ് കാന്താര, സൂര്യ, തൃഷ, ഇന്ദ്രൻ ചേട്ടൻ, അനഘമായ രവി, ശിവദ ചേച്ചി ആൻഡ് സെവറൽ അതേഴ്സ്. ഡയറക്റ്റഡ് ആൻഡ് ഓൾസോ ആക്റ്റഡ് ആസ് വില്ലൻ ബൈ RJ ബാലാജി. ഫസ്റ്റ് ഹാഫ് നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു ഫാൻറ്റസി പരിപാടിയാണ്. എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഫാൻറ്റസി ആയതുകൊണ്ട് തന്നെ, തീം ഫാൻറ്റസി ആയതുകൊണ്ട്, ജോണർ ഫാൻറ്റസി ആയതുകൊണ്ട് എന്തറ്റം വരെ പോകാൻ എന്ത് വേണമെങ്കിൽ കാണിക്കാം. അപ്പോൾ അത് നല്ല ഫണ്ണായിട്ട് രസമായിട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സൂര്യ ഇതിനകത്ത് കാണാൻ ഭയങ്കര ലുക്കായിരുന്നു. അവസാനത്തെ ഒരു സംഭവം വരുന്ന വരെ അതുവരെ സൂപ്പറായിരുന്നു. കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ, ലുക്കായിക്കോട്ടെ, എല്ലാം സ്വാഗ് എല്ലാം കിടിലം തന്നെ. സൂര്യ വേറെ ലെവൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒക്കെ സെറ്റപ്പാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻ്റർവെല്ലിന് ശേഷം സത്യം പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത്, എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നിയത്. ഞാൻ ആ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോരണമായിരുന്നു ഞാൻ. അങ്ങനത്തെ ഒരു ഫീലിംഗാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. സെക്കൻഡ് ഹാഫ് വേറെ ഏതോ ഒരു പടം, എന്തോ ഒരു കാട്ടവരാതം എടുത്തു വെച്ചേക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് തോന്നുന്നു. പ്രോ ലെവൽ കാട്ടവരാതം എടുത്തു വെച്ചേക്കുന്ന ഒരു ഫീലിംഗ്. ഇതിനു മുന്നേ ഇതുപോലൊരു സിനിമ ഞാൻ കണ്ടത് 47 എന്ന് പറഞ്ഞ് ഇക്കൊല്ലം ആദ്യ ദിവസം ജനുവരി 1 തന്നെ കണ്ട ഒരു പടം ഉണ്ടായിരുന്നു. എൻ്റെ പിന്നെ രാജ്ബി ഷെട്ടിയും അതുപോലെ തന്നെ കുറേ പേരെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സാധനം, ഉപ്പണ്ണയും എല്ലാവരും കൂടി. പക്ഷെ എൻ്റെ പൊന്നോ, ശിവരാജണ്ണ എല്ലാം കൂടി ചേർന്ന് അതിൻ്റെ അവസാനം എന്താണ്, അതുപോലെ എന്നാൽ അത്ര ഇല്ലെങ്കിൽ പോലും അങ്ങനത്തെ ഒരു കാട്ടവരാതെ എടുത്തു വെച്ചേക്കണ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോഴേക്കും. ഫസ്റ്റ് ഹാഫിൻ്റെ ഫയൽ മാത്രം പ്ലേ ചെയ്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് തിയേറ്റർ ഓണേഴ്സിനോടൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുമ്പോഴേക്കും എല്ലാവരും വീട്ടിൽ പോകണമെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് ഹാഫ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത്രയും അസഹനീയമായിട്ടുള്ളൊരു സെക്കൻഡ് ഹാഫ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്താണ് സെക്കൻഡ് ഹാഫിൽ കാണിച്ചു വെച്ചത്, എന്തൊരു അപരാധമാണ് എടുത്തു വെച്ചേക്കണേന്നാണ്. കാന്താര എന്നുള്ള സിനിമേനെ നിങ്ങൾക്കൊന്നും അപമാനിച്ച് മതിയായില്ല എന്നൊക്കെ ചോദിക്കാൻ തോന്നിപ്പോയി എനിക്ക്. അമ്മാതിരി സൂര്യയുടെ ഒരു കാന്താര ലെവൽ സാധനം. എന്നാൽ കാന്താര പോലെ ചെയ്യുന്നെങ്കിൽ കൊള്ളാം. ഇത് കാന്താരയെ കൂടെ അപമാനിക്കുന്ന രീതിയിൽ ഋഷഭ് ഷെട്ടി ഇതെങ്കിലും കണ്ടപ്പോൾ ആവണം, നെഞ്ചുവേദന എടുത്തിട്ട് വല്ലതും പറ്റും, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയത്. പറഞ്ഞാൽ അതുപോലെ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. അവസാനം എന്താണ് കാണിച്ചു വെച്ചതെന്നായി പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ പടം ഇടേണ്ടി വന്നത്. കാരണം ഫസ്റ്റ് ഹാഫ് മാത്രമായിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും ഇടൂലായിരുന്നു. ഒരു ഫാൻറ്റസി പടം അടിപൊളി സെറ്റപ്പ് എന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷേ എൻ്റെ പൊന്നളിയാ സെക്കൻഡ് ഹാഫ് കണ്ടും പോയി. അതിഞ്ഞ് തലേന്ന് പോകത്തുമില്ല, മനസ്സിനെ വേദനിപ്പിച്ചു, അതുപോലെ തന്നെ സമയവും കളഞ്ഞു, അതുപോലെ തന്നെ ട്രോമറ്റൈസ്ഡ് ആക്കി വിട്ടെന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് എനിക്ക് തോന്നിയത് സെക്കൻഡ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോൾ. അത്രയും പരിതാപകരമായ ഒരു സെക്കൻഡ് ഹാഫ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു സിനിമ കൊണ്ട് കലമുടക്കണമെന്ന് ഞാൻ വേറെ കണ്ടിട്ടുണ്ടാവില്ല. അത്രയും അപമാനിച്ച് വിട്ട ഒരവസ്ഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാണാൻ വന്ന എനിക്ക് അപമാനമായിട്ട പോലെ എനിക്ക് തോന്നി. എന്താണ് ചെയ്തു വെച്ചതെന്നായിപ്പോൾ എനിക്ക്. RJ ബാലാജി എന്ത് തേങ്ങാപ്പിണ്ണൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ എടുത്തു വെച്ചത്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്ന ഉണ്ടെങ്കിൽ തന്നെ തൃശ്ശേനൊക്കെ എന്തിനാണ് ഈ സിനിമയിൽ? തൃശ്ശേനയുടെ ഒന്നും ആവശ്യമില്ല, വെറുതെ തൃശ്ശേനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. എനിക്ക് തോന്നുന്നത് ഇത് വിജയ്ക്ക് കൊടുത്ത പടമായിരുന്നു. വിജയ് പോലും റിജക്ട് ചെയ്ത പടമാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയൊക്കെയാണ് ഫീൽ ആവുന്നത്. അതുകൊണ്ട് തൃശ്ശീനകത്ത് പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇതിനകത്ത് വിജയ് റെഫറൻസ് ഉണ്ട്, അജിത് റെഫറൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ റെഫറൻസ് ഉണ്ട്, ക്യാരക്ടർ ചേഞ്ച് ഉണ്ട്. ഇതിനകത്ത് വിജയ് മറ്റേ ഈവൻ വിക്രത്തിന് പഠിച്ചിട്ടുണ്ട്. അതായത് ഈ എന്താ പറയുക, ഫാൻസി ഡ്രസ്സ് പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും ഒത്തില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. സെക്കൻഡ് ഹാഫ് എല്ലാം കൂടി നശിപ്പിച്ച് കളഞ്ഞ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയത്. കാരണം എന്തൊക്കെ ചേട്ടും മെനയാവുന്നില്ല. ഈ മനുഷ്യൻ്റെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത്. ഇത്രയും കിടലിന് ഒരു നടനായിട്ട് കൂടി ഇങ്ങേർക്ക് ഒരു പടം മര്യാദക്കളെ കിട്ടുന്നില്ല എന്നുള്ളത്. ഇതിന് മുന്നേയുള്ള പടങ്ങൾ, കങ്കുവക്ക് ശേഷം ഇങ്ങനെ ഒരു സാധനം, എൻ്റെ പൊന്നോ, കങ്കുവ മൊത്തത്തിൽ ഒരു പ്രോ ലെവൽ മനുഷ്യൻ ചെവിക്കല്ലടിച്ചു പോണ ഒരു വൃത്തികെട്ട അപരാധം വരുന്നെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് അങ്ങനെയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. സെക്കൻഡ് ഹാഫ് എനിക്ക് അത്രയും തേച്ചില്ല. ഉണ്ട്, ഒരുപാട് ചിരിക്കാനുള്ള സംഭവങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ചിലത് നമുക്ക് ചിരിച്ച് നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ കരയും എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഫസ്റ്റ് ഹാഫിൽ എന്നെ ചിരിപ്പിക്കുക, അതുപോലെ കുറേ നല്ല മാസ് എലമെൻസ് ഉള്ള കാര്യങ്ങളൊക്കെ തന്നിട്ട് സെക്കൻഡ് ഹാഫിൽ എന്നെ അങ്ങോട്ട് ഇരുത്തി മോഷിപ്പിച്ച് കരയിപ്പിച്ച് എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് ഇനി ഞാൻ നേരെ ഇറങ്ങിപ്പോന്ന് വീട്ടിലേക്ക് വന്നിരുന്നത് ഞാൻ ഹാപ്പിയാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അത്രയും ഒരു ദുരന്ത അവസ്ഥയൊക്കെ എനിക്ക് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ
ഇന്ദ്രൻ സേട്ടനെയൊക്കെ കൊണ്ട് മോശമായിട്ട് അഭിനയിപ്പിക്കണമെങ്കിൽ അതൊരു കഴിവ് തന്നെയാണ് ട്ടാ. കാരണം ഇന്ദ്രൻ ചേട്ടന് കൊടുത്തിരിക്കുന്ന ഡയലോഗ് കാണണം. ഒരു മലയാളിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഇന്ദ്രൻ ചേട്ടനെയും അനഘേനെയും. എന്നാൽ മലയാളം സംസാരിപ്പിച്ചാൽ പോയി. ഇത് ഇടയിൽ വെച്ച് മുറിത്തമിഴൊക്കെ സംസാരിപ്പിച്ച് എൻ്റെ ആ പൊന്നെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഇന്ദ്രൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പോയ സീനൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. അതുപോലെ അനഘ മര്യാദക്ക് ചില പോർഷൻ അഭിനയിച്ചിട്ടുണ്ട്, ചില പോർഷനിൽ ഭയങ്കര ഹൊറിബിളായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. അനഘ ഇത്രയും മോശമായിട്ട് അഭിനയിച്ച് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ എനിക്ക് തോന്നിപ്പോയി ചില ഡയലോഗ് ഡെലിവറി ഒക്കെ കണ്ടപ്പോഴേക്കും. അതുപോലെ ശിവദ ചേച്ചിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശിവദ ചേച്ചിക്ക് ഒരു വല്ലാത്തൊരു ക്യാരക്ടർ ആയിട്ടേക്കണം. പിന്നെ എല്ലാ സിനിമയും ശിവദ ചേച്ചിക്ക് എന്താ പറയുക 1-2 സീനിലുള്ള ഇതിൽ ഒതുങ്ങി പോകുന്ന ക്യാരക്ടേഴ്സ്. ഇതിപ്പോൾ സൂര്യയുടെ പടമുണ്ടായിരിക്കും അഭിനയിച്ചത്, ഓപ്പോസിറ്റ് നിന്ന് അഭിനയിക്കുന്നത് സൂര്യയും തൃഷയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും സെക്കൻഡ് ഹാഫ് ശിവദ ചേച്ചിയുടെ ഒരു കേസിലാണ് പോകണം. ഫസ്റ്റ് ഹാഫ് ഇന്ദ്രൻ ചേട്ടൻ്റെയും അനഘയുടെ ഒരു സാധനം ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് ശിവദ ചേച്ചിയുടെ ഒരു സംഭവത്തിലാണ്. അതിൻ്റെ ഇടയിൽ കുറേ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്. എൻ്റെ ആ പൊന്നോ, അവിടെ വക്കീലന്മാരെന്ന് പറഞ്ഞ രീതിയിൽ നടക്കുന്ന കുറേ ഗുണ്ടകൾ സെറ്റപ്പ് എന്തോ ഓവർ ആക്ടിങ് ആയിട്ടാണെന്ന് പറയാൻ എനിക്ക് തോന്നിയത്. ഭയങ്കര ഓവർ ആക്ടിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. അസഹനീയം. അവരൊക്കെ കൊണ്ട് ഈ സിനിമ അവരൊക്കെ ആ ക്യാരക്ടേഴ്സിനൊക്കെ എടുത്ത് വിളകളയാനാണ് എനിക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഹാഫിൽ പടം തീർന്ന ഇതൊരു കിടിലം പടമായിട്ട് വേണമെങ്കിൽ പറയാമായിരുന്നു. സെക്കൻഡ് ഹാഫ് എൻ്റെ പൊന്നോ, ഞാൻ പണ്ടും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ചില തമിഴ് സിനിമകൾ, ചിലന്നല്ല ഭൂരിഭാഗം പഴയ തമിഴ് സിനിമകളാണ് കൂടുതലും, എങ്ങനെ എൻഡ് ചെയ്യണമെന്നറിയില്ല. നല്ല ഹെവി സെറ്റപ്പിൽ പോയിട്ട് ലാസ്റ്റ് കൊണ്ടുപോയിട്ട് കലൊടച്ച് കളയും. വെറുതെ അബ്രപ്റ്റായിട്ട് എൻഡ് ചെയ്യലും അതുപോലെ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയൽ സീനുണ്ട്. ഇത് അത്തരത്തിലൊരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നശിപ്പിച്ച് കളഞ്ഞ സെക്കൻഡ് ഹാഫ് വെച്ചിട്ട് എന്നാണ് എനിക്ക് തോന്നിയത്. എന്നെ സംബന്ധിച്ചിട്ട് ഇതൊരു എന്താ പറയുക, അസഹനീയ അൽക്കുലത്ത് സെക്കൻഡ് ഹാഫ് കാന്താര സാധനം, അപമാനിക്കൽ വെർഷൻ ഓഫ് കാന്താര, 144p അപരാധം വെർഷൻ ഓഫ് കാന്താരയൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയത് ലാസ്റ്റ്. അത്രയും സീനായിരുന്നു. പിന്നെ ക്യാമറ വർക്കും മ്യൂസിക്കും ആണ് എനിക്ക് ആകെ മുഴുനീളം ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടത്. ക്യാമറ വർക്ക് നൈസായിരുന്നു. അതുപോലെ സായി അഭയങ്കറിൻ്റെ മ്യൂസിക് അടിപൊളിയാണ്. പക്ഷേ അതിന് പോലും ഈ സിനിമയെ സെക്കൻഡ് ഹാഫ് രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് ഫീൽ ചെയ്തത്. സൂര്യയെ കൊണ്ട് പോലും നട്ടപ്പട്ടിയാവണല്ല. സായി അഭയങ്കർ മ്യൂസിക് ഇട്ട് സൂര്യ അഭിനയിച്ചിട്ട് ഒരു രക്ഷയില്ല. ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയി. സൂര്യയുടെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് എന്തൊക്കെയാണ് മനുഷ്യൻ കിടന്ന് കാണിക്കണത്. എനിക്ക് ഒരിടക്ക് വിക്രത്തിന് ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് എന്തൊക്കെ ചെയ്തിട്ടും മെനയാവുന്നില്ല പടം, എന്തൊക്കെ ചെയ്തിട്ടും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ലാസ്റ്റ് 10-15 മിനിറ്റ് കണ്ടപ്പോൾ. വെറുത്തു. എനിക്ക് ഈ പടമേ എനിക്ക് വെറുത്തുപോയ അവസ്ഥയായിപ്പോയി സെക്കൻഡ് ഹാഫ് കണ്ടുകൊണ്ട്. സെക്കൻഡ് ഹാഫ് കണ്ടില്ലായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ഫയൽ DCP പൊതുവേ ഒരു സിനിമയുടെ വരുന്ന 2 ഫയലായിട്ടാണ്. ആ സെക്കൻഡ് ഹാഫ് ഫയൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളാമെന്നാണ് എനിക്ക് തിയേറ്ററുകാരോട് പറയാൻ തോന്നിയത്. കാരണം വെറുത്തു പോകും മനുഷ്യന് ചിലപ്പോൾ. എനിക്ക് വെറുത്തുപോയി സെക്കൻഡ് ഹാഫ് കണ്ടിട്ട്. അമ്മാതിരി വെറുപ്പിക്കലായിട്ടാണ് എനിക്ക് സെക്കൻഡ് ഹാഫ് തോന്നിയത്. ഇത് ഹാഫ് ഓപ്പൺ ഹൈമർ എന്ന് ഞാൻ വിളിക്കും. കാരണം ഫസ്റ്റ് ഹാഫ് നല്ലൊരു സിനിമയും സെക്കൻഡ് ഹാഫ് ഭൂലോക വെറുപ്പീരി ലെവല് എന്താണ് ഓപ്പൺ ഹൈമർ സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ പൊന്നാളിയെ വെറുത്തു പോയിരിക്കും സെക്കൻഡ് ഹാഫ് കണ്ടിട്ട്. അത്രയും കച്ചറ സെക്കൻഡ് ഹാഫായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ പാട്ടുകൾ, ഞാൻ പറഞ്ഞില്ല, പാട്ടുകളാണ് ആകെ ഇതിനകത്തൊരു സേവിങ് ഗ്രേസ്. ഈവൻ സെക്കൻഡ് ഹാഫിലാണെങ്കിൽ പോലും പാട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ജോണർ ഷിഫ്റ്റ് ഉണ്ട് ഇതിനകത്ത് ക്യാരക്ടർ ഷിഫ്റ്റ് ഉണ്ട്, കുറേ സാധനം. അവസാനമൊക്കെ ഇപ്പോൾ ക്യാരക്ടർ ഷിഫ്റ്റ് എന്തോന്നല്ലേ കാണിച്ചു വെക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, ഫാൻസി ഡ്രസ് ലെവൽ സാധനങ്ങളൊക്കെ അവസാനം കൊണ്ടുവന്നിട്ട്. ഈ പുഷ്പയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും വെറുത്തൊരു സീനുണ്ട്. പുഷ്പ സെക്കൻഡിൽ മറ്റേ സാരി എടുത്തുകൊണ്ട് വന്നിട്ട് കിടന്ന് കാണിച്ച കോപ്രായം, എനിക്കത് അസഹനീയ കോപ്രായമായിട്ട് തോന്നിയത്. അന്ത ലെവലിൽ ഒരു കോപ്രായം സാധനം ഇതിനകത്ത് ലാസ്റ്റ് കാണിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അന്ത ലെവലൊരു സാധനം. സൂര്യ ഇത് ചെയ്യുന്നത് ഞാൻ ജന്മത്ത് പ്രതീക്ഷയില്ല. എന്താ ഈ ദൈവങ്ങളെയൊക്കെ വെച്ചിട്ട് ആൾക്കാരെ മറ്റേ തിയേറ്ററിൽ തൊഴിപ്പിക്കാനുള്ള പരിപാടിയാണെങ്കിൽ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. വെറുത്തു എനിക്ക്. ഞാൻ കൃഷ്ണാവതാരം എന്നുള്ള സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടാണ്, ഏത്തിയസ്റ്റ് ആയിട്ട് കൂടി. അതിനാണ് ഞാൻ അക്നോളജ് ചെയ്തതാണ്. എന്നെക്കൊണ്ട് തന്നെ ഇതൊക്കെ കാണിപ്പിച്ചിട്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാണിക്കുന്നില്ല, കാണിച്ച രീതിയാണ് എനിക്ക് അസഹനീയമായിട്ട് തോന്നിയിട്ടാണ് ഞാൻ പറയണം. അത്രയും അരോചകമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് പറയുന്നു, എന്തായാലും സെക്കൻഡ് ഹാഫ് വെറുത്തുപോയി. ഫസ്റ്റ് ഹാഫ് ഒരു ഡീസൻറ്റ് സാധനമായിട്ടാണ് ഫീൽ ആയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഞാൻ പറയില്ലേ, മറ്റേ ലിയോയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, ലിയോ റെഫറൻസ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ, അതൊന്നും ഞാൻ പറയാനുള്ള. ഇതെന്തായാലും പിള്ളേരെടുത്ത് ഉടുക്കാനുള്ള ചാൻസ് ഉണ്ട് റോസ്റ്റ് ചെയ്യുന്ന. ഈ പടം OTT വരുമ്പോൾ എടുത്ത് വറുത്ത് പൊരിച്ച് നമ്മുടെ വിഴിഞ്ഞൻ ചിക്കൻ ഫ്രൈ പോലെ വറുത്തെടുക്കും മിക്കവാറും ഈ സിനിമേനെ. എനിക്ക് ഫീൽ ആവുന്നത്. എന്തായാലും ശരി,
ചാകര വരുന്നുണ്ട് മക്കളെ റോസ്റ്റ് പിള്ളേർക്ക്. എന്തായാലും ശരി മതിയായി. എനിക്ക് വയ്യ. ഞാൻ ആലോചിക്കാം. എനിക്ക് ആ സെക്കൻഡ് ഹാഫ് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സാധനമേ ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് ഹാഫ് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ഇറങ്ങി പോന്നാൽ മതിയായിരുന്നു തോന്നിപ്പോയി. പിന്നെ സ്പെഷ്യൽ മെൻഷൻ ഉണ്ട് ഞാൻ കണ്ട തിയേറ്ററിന് PVR ഒബ്രോ മോൾ സ്ക്രീൻ 1. അവിടുത്തെ ഏത് സ്ക്രീനായാലും ഇത് തന്നെയാണ് അവസ്ഥയെന്നാണ് എനിക്ക് തോന്നിയേക്കണത്. എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ, ഇത്രയും ഒരു കിടിലൻ 4K അറ്റ്മോസ് DCP വന്നിട്ടും എങ്ങനെയാണ് നിങ്ങളെക്കൊണ്ട് ഇത്രയും മോശം രീതിയിൽ ഈ സിനിമ കാണിക്കാൻ പറ്റണമെന്ന് അത്ഭുതപ്പെട്ടു പോയി ഞാൻ. അത്രയും കച്ചറ ഒരു പ്രൊജക്ഷനും സൈഡ് സ്പീക്കറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ആവോ. സ്പീക്കറൊക്കെ അവിടെ സ്പീക്കറിന് മറ്റേ ടോൺസിലേഴ്സ് ആണെന്നുണ്ട് അത്രയും കുരക്കണ രീതിയിലുള്ള ശബ്ദമൊക്കെ ആയിട്ട് ഒരു അരോചകമായ ഒരു തിയേറ്റർ. എൻ്റെ വീട്ടിലെ പ്രൊജക്ടറും ഡോൾബി അറ്റ്മോസ് സൗണ്ട് ബാർ ഇതിനും നല്ലതാണെന്നാണ് എനിക്ക് തോന്നിപ്പോയത്. അത്ര ഒരു അസഹനീയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ സിനിമ കൂടുതൽ നശിപ്പിച്ച് തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ അഭിപ്രായത്തിലുണ്ടല്ല, ഇപ്പോഴത്തെ കണ്ടീഷനിൽ PVR ഒബ്രോ മോള് തിയേറ്ററിൽ സത്യം പറഞ്ഞാൽ വല്ല കക്കാനോ പിടിച്ചു പറിക്കാനോ പോകണമെന്ന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും 220 രൂപ പ്ലസ് ബുക്കിംഗ് ചാർജ് ഒക്കെ ആണ് ആൾക്കാർ പ്ലേ ചെയ്യണത്. ഞാൻ അവിടെ പോയി ടിക്കറ്റ് എടുത്തുകൊണ്ട് 220 രൂപ എന്തോ ആയുള്ളൂ. പക്ഷേ എൻ്റെ പൊന്നേ നന്ദി ഉണ്ടേ എന്ന് പറയാൻ തോന്നിപ്പോയി. അത്രയും ഞാൻ കൊച്ചിയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വേസ്റ്റ് തിയേറ്ററിൽ ഒന്നായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്ന. എൻ്റെ എക്സ്പീരിയൻസ് അത്രയും മോശമാണ്. സ്ക്രീൻ വെള്ള എന്ന് പറഞ്ഞ കളറൊന്ന് നിങ്ങൾ കാണിച്ചു തരാമോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളോട് ഡെയർ ചെയ്യണം, വെള്ള എന്ന് പറഞ്ഞൊരു കളർ കാണിച്ചാൽ എവിടെയെങ്കിലും വെള്ള ഉണ്ടോ എന്നുള്ളത്. ഞാൻ വെള്ള എന്ന് പറഞ്ഞ കളർ എവിടെയും കണ്ടില്ല. വൈറ്റ് എന്നുള്ള കളർ ഞാൻ അവിടെ കണ്ടിട്ടില്ല. മൊത്തം ഒരുമാതിരി പുഴുപ്പല്ല് ലെവല് മഞ്ഞയും ആയിട്ടുള്ള ഒരു കളറേ ഞാൻ അവിടെ കണ്ടിട്ടുള്ളൂ. വെള്ള ഞാൻ എന്തായാലും നിങ്ങളുടെ തിയേറ്ററിൽ ഒരു സ്ഥലത്തും സ്ക്രീനിൽ ഞാൻ വെള്ള കണ്ടിട്ടില്ല. എന്തായാലും അത്രയും കച്ചറ ഒരു പ്രൊജക്ഷൻ ഞാൻ ഈ അടുത്തൊന്നും ഒരു തിയേറ്ററിലും കണ്ടിട്ടുണ്ടാവില്ല. അത്രയും പത്തറ്റിക്കായിട്ട് തോന്നി. ഇത് പറഞ്ഞില്ല എനിക്ക് സമാനം കിട്ടില്ല. അത്രയും മോശമായിരുന്നു. 220 രൂപയും പ്ലസ് ബുക്കിംഗ് ചാർജും കൂടി ചേർത്ത് ഇതൊക്കെ മേടിക്കുന്ന ഇവരുണ്ടല്ലോ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്ററാണ് AMB സിനിമാസിലുള്ള ഡോൾബി സിനിമ വെന്യൂ. അതുപോലെ തന്നെ മറ്റുള്ള ഡോൾബി സിനിമ വെന്യൂ ആയിട്ടുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ ഉണ്ടല്ല ഈ സിനിമ ഡോൾബി വിഷൻ കണ്ടന്റ് LA തൃച്ചി ഡോൾബി സിനിമയിൽ 170 രൂപ കണ്ടന്റ് ടിക്കറ്റ് പ്രൈസ് 190 രൂപ 170 രൂപ ഡോൾബി സിനിമ വെന്യൂണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഹൈദരാബാദ് 295 രൂപ, ബാംഗ്ലൂരിൽ 250 രൂപ ടിക്കറ്റ് ഉണ്ട്. പൊന്നെ നിങ്ങളുണ്ടല്ലോ സമ്മതിക്കണം. 220 രൂപ പ്ലസ് ബുക്കിംഗ് ചാർജ് ഇത്രയും ഒരു വൃത്തികെട്ട എക്സ്പീരിയൻസ് എനിക്ക് തന്നതിന് നിങ്ങൾക്ക് ഞാൻ എന്ത് തരേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ പൊന്നോ അസഹനീയ തൊലിക്കെട്ടി നന്നാവൂല എന്ന് തീരുമാനിച്ചിറങ്ങിയേക്കണ ഇങ്ങനെ ഒരു മൾട്ടിപ്ലക്സിന് ഞാൻ വേറെ കണ്ടിട്ടുണ്ടാവില്ല. എൻ്റെ പൊന്നോ നമിച്ചിരിക്കണം. ശരി ഓക്കെ, നിവർത്തി കെട്ടിട്ട് ഞാൻ പോയത്. വേറെ എങ്ങും ഷോ ഇല്ലാത്തതുകൊണ്ട് നിവർത്തി കെട്ടിട്ട് രാവിലെ ഞാൻ പോയതാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു ഇവിടെ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് PVR ഫോറം മോളിൽ ഇവരുടെ തന്നെ മറ്റൊരു വെന്യൂ PVR ഫോറം മോളിൽ 9:40 ഷോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓടി എത്തില്ലെങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് പോയാനേ അത് അറിഞ്ഞത്. ബുക്ക് ചെയ്ത് പോയി, അതുകൊണ്ടാണ്. പൊന്നോ വെറുത്ത്. എന്തായാലും എൻ്റെ എക്സ്പീരിയൻസ് കൂടുതൽ നശിപ്പിച്ച് തന്നതിന് PVR ഒബ്രോ മോളിൽ ഒരുപാട് നന്ദി കേട്ടോ.